MStasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അരമണിക്കൂർ നമുക്കിത് മാറ്റിവെക്കാം. ഈ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്താൽ മതി, അധികം മൊരിഞ്ഞു പോകേണ്ട. ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ടിരുന്നു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഈ പാനിൽ തന്നെയാണ് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർക്കാം. 3 മീഡിയം സൈസ് സവാള അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഇപ്പോൾ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 4 പച്ചമുളക് ചതച്ചതും ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി വരണം. ഇതിലേക്കിനി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. തക്കാളി നന്നായി വെന്ത് വരണം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി 5 മിനിറ്റ് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ബിരിയാണിക്കുള്ള മസാല ഇപ്പോൾ റെഡിയായി. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം.
ഈ പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 4 പീസ് പട്ട, 2 ബേ ലീഫ്, 4 ഏലക്ക, 5 ഗ്രാമ്പു ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അരി ചേർക്കാം. അരമണിക്കൂർ കുതിർത്തി ഊറ്റിയെടുത്ത 2.5 കപ്പ് ജീരകശാല അരിയാണ് ചേർക്കുന്നത്. അരി വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിത് വറുത്തെടുക്കാം. ഇതൊരു 5 മിനിറ്റോളം നമുക്ക് വറുത്തെടുക്കണം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2.25 കപ്പ് തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെമ്മീൻ സ്റ്റോക്ക് കൂടി ചേർക്കുന്നുണ്ട്. ചെമ്മീൻ്റെ തല 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അല്പം ഉപ്പും ചേർത്ത് 1.5 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 15 മിനിറ്റോളം തിളപ്പിക്കണം. അങ്ങനെ കിട്ടിയ 1 കപ്പ് ചെമ്മീൻ സ്റ്റോക്കാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർത്തത്. ഞാൻ 2.5 കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളവും 1 കപ്പ് ചെമ്മീൻ സ്റ്റോക്കുമാണ് ചേർത്തത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 രമ്പയില ഇടുന്നുണ്ട്. ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണിത്. കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അല്പം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കാം. ഇത് വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. 10-12 മിനിറ്റൊക്കെ മതിയാകും ഇത് വെന്ത് കിട്ടാൻ. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ബിരിയാണി ദം ചെയ്യാൻ വേണ്ടി ഈ റൈസിൽ നിന്നും പകുതി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇനി ഇത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഇനി ബേ ലീഫും മാറ്റാം. ചെമ്മീൻ മസാല ഇതിലേക്ക് ഇടാം. എല്ലായിടത്തും ഒന്ന് നിരത്തി കൊടുക്കണം. ഇനി മാറ്റിവെച്ച റൈസ് ഇതിന്റെ മുകളിലേക്ക് ഇടാം. കുറച്ച് ഗരം മസാലപ്പൊടി വിതറി കൊടുക്കാം. ഒരു കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ പാലിൽ മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി വിതറി കൊടുക്കാം. ഇതിന്റെ മുകളിൽ ഫ്രൈ ചെയ്ത സവാളയും കാഷ്യൂ നട്ട്സും കിസ്മിസും ചേർക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇതിന്റെ ഹോളൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ദം ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ചെമ്മീൻ ബിരിയാണി റെഡിയായി. റൈസൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ചെമ്മീൻ സ്റ്റോക്ക് ചേർക്കുമ്പോൾ റൈസിന് ചെമ്മീൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും. നല്ല ടേസ്റ്റിയായ ഒരു ചെമ്മീൻ ബിരിയാണിയാണിത്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.